യുദ്ധത്തിൽ മരിച്ചു കിടക്കുന്ന ഷഹീദെ നോക്കിയിട്ട് ഉമ്മ പറയുക, ഹനി അൻ ലഖ്യ ബുനയ്യൽ ജന്ന, സ്വർഗപുത്ര നിനക്ക് മംഗളം. റസൂലുള്ള ഇത് കേട്ട് ചോദിക്കുക, ഉമ്മ നിങ്ങൾ എങ്ങനെ സ്വർഗത്തിലാണെന്ന് പറയും? നിങ്ങളുടെ മകൻ സ്വർഗത്തിലാണെന്ന് എങ്ങനെ പറയും? അവൻ പറയാൻ പാടില്ലാത്തൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, പറയേണ്ട ഒരു വാക്ക് പറയാതെ പോയിട്ടുണ്ടെങ്കിലോ? എത്ര ഗൗരവമാണ്. ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമ, റിദ്വാനില്ല, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടുന്നൊരു വാക്ക് ദാസന്മാർ പറയും. ലാ യുൽഖി ലഹാ ബാല, അത്ര ഗൗനിച്ചിട്ട് പറഞ്ഞതൊന്നല്ല, അതവനെ സ്വർഗത്തിലേക്ക് എത്തിക്കും. അതേ ഹദീസിന്റെ ബാക്കി, ചില ദാസന്മാർ ഗൗനിക്കാതെ അള്ളാഹ്ക്ക് കോപമുള്ള ചില വാക്കുകൾ പറയും, ആ വാക്ക് അവനെ നരകത്തിലേക്ക് എത്തിക്കും. അപ്പോൾ ഒരു നോട്ടം, ഒരു വാക്ക്, ഒരു കേൾവി, ഒരു പ്രവർത്തനം, ഒരു ഇടപെടൽ, അതിനെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ. പരലോകത്തെത്തുമ്പോൾ സ്വർഗത്തിൽ കിട്ടുന്ന അനുഗ്രഹങ്ങൾ നോക്കുമ്പോൾ ദുനിയാവ് നമുക്ക് ഭയങ്കര ജയിലായിട്ട് തോന്നും. പരലോകത്ത് നരകത്തിലെത്തുമ്പോൾ, അവിടുത്തെ ശിക്ഷ അനുഭവിക്കുമ്പോൾ ഒരു സത്യനിഷേധിക്ക് ദുനിയാവ് സ്വർഗമായിട്ട് തോന്നും. ഇവിടെ ഒരുപാട് പരിധികളുടെ ലോകമാണ്. ഇവിടെ സൂക്ഷ്മതയും ശ്രദ്ധയും അനിവാര്യമാണ്. ഒരു ചെറിയ ഹറാമ് പോലും ജീവിതത്തിൽ കടന്നു വരരുതേ എന്ന അടങ്ങാത്ത വാശിയോടുകൂടെ വേണം വിശ്വാസികളായി നമ്മൾ ജീവിച്ചു പോകാൻ.